സത്യേട്ടൻ എന്നെ ഈ സിനിമയിലേക്ക് ക്ഷണിച്ച സമയത്ത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കഥയോ അല്ലെങ്കിൽ അവ്യക്തമായിട്ട് പോലും ഒരു കഥ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ലാൽ ജോസിന് വേണ്ടിയിട്ട് വിക്രമാദിത്യൻ ചെയ്യാം, അദ്ദേഹം ഫ്രീ ആകുമ്പോൾ അത് ചെയ്യാം, അതുവരെ ഞാൻ ഫ്രീ ആയിട്ടിരിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് സത്യേട്ടന് വിളി വന്നത്. പക്ഷേ സത്യേട്ടൻ്റെ സിനിമകൾ എനിക്കിഷ്ടമാണ്. മലയാളി പ്രേക്ഷകർ, ഏതൊരു മലയാളി പ്രേക്ഷകൻ്റെയും പോലെ തന്നെ സത്യേട്ടൻ്റെ എല്ലാ സിനിമകളും എന്നെ കൊതിപ്പിച്ച സിനിമകൾ എടുത്തിട്ടുള്ള ആളാണ് സത്യേട്ടൻ. അപ്പോൾ ആ ഒരു കോമ്പിനേഷനിലൊരു സിനിമ ചെയ്ത് നോക്കാം, എനിക്കും വ്യത്യാസം ഉണ്ടാവും, സത്യേട്ടൻ്റെ സിനിമയിലും ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇരുന്ന സമയത്ത് സിനിമയുടെ കഥ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു പരിചയപ്പെടലായിരുന്നു ആദ്യം. അദ്ദേഹത്തിൻ്റെ ആദ്യകാല അനുഭവങ്ങളൊക്കെ പറഞ്ഞു, സിനിമ അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ പരസ്പരം മനസ്സിലാക്കുകയും പരസ്പരം എന്താണ് വേണ്ടതെന്ന് ഒരു തിരിച്ചറിവുണ്ടാവുകയും അതിൽ നിന്നൊരു ക്യാരക്ടർ ഉണ്ടാവുകയാണ് ആദ്യം ചെയ്തത്. അയ്മന സിദ്ധാർത്ഥൻ എന്ന ഫഹദിൻ്റെ മുഖമുള്ള ഒരു ലോക്കൽ പ്രാദേശിക നേതാവിൻ്റെ ഒരു രൂപമാണ് ആദ്യം വന്നത്. ഒരു വെള്ളയും എടുത്തിട്ടുള്ള ഫഹദിൻ്റെ രൂപം കണ്ടപ്പോൾ തന്നെ, അല്ലെങ്കിൽ മനസ്സിൽ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു എനർജി ഉണ്ടായി, അതിലൊരു കഥയുണ്ടെന്ന് തോന്നി. അങ്ങനെ അതിൻ്റെ പിന്നാലെ പോയപ്പോഴാണ് ഒരു സിനിമയുടെ കഥ ജനിക്കുന്നത്. അല്ല, പുതിയ സാഹചര്യത്തിലാണെങ്കിലും തന്ത്രശാലികളായിട്ടുള്ള ചെറുപ്പക്കാർക്ക് മാത്രമാണ്, അല്ലെങ്കിൽ അവരുടെ മെറിറ്റിൻ്റെ ബേസിൽ മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടി അവരെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അതിലെ രാഷ്ട്രീയ ചാണക്യന്മാരോട് മത്സരിക്കാനുള്ള കൂർമ്മബുദ്ധിയും തന്ത്രവും ഒക്കെ ഉള്ള യുവാക്കൾക്ക് മാത്രമാണ് ഈ നേതൃനിരയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ സിനിമയിൽ തന്നെ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു വലിയ നേതാവിൻ്റെ മക്കളെ ചിലപ്പോൾ രംഗപ്രവേശം ചെയ്യിപ്പിക്കാം. അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, ഡയറക്റ്റ് എൻട്രി, ലാറ്ററൽ എൻട്രി ഒക്കെ ഉണ്ടാവാറുണ്ട്. അല്ലാതെ ഒരു മെറിറ്റിൻ്റെ ബേസിൽ മാത്രം എത്തുന്നത് ഉണ്ട്. അങ്ങനെയുള്ള ആളുകളും ക്രമേണ വ്യവസ്ഥിതിയുടെയും അല്ലെങ്കിൽ ഇപ്പോഴുള്ള ചാണക്യന്മാരുടെയൊക്കെ ഭാഗമായിട്ട് മാറുകയാണ്. അവരതും കൂടി പഠിച്ചാലേ അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വളരെ ശുദ്ധമായിട്ടുള്ള ഒരു മനസ്സും വളരെ ഋജുവായിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യബോധമുള്ള ആളുകൾക്കൊന്നും രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഉദ്ദേശ ലക്ഷ്യവും അല്ലെങ്കിൽ ജനങ്ങളോടുള്ളവരുടെ കമ്മിറ്റ്മെൻ്റ് ഒന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഉദ്ദേശം പോലും നടപ്പിലാക്കണമെങ്കിൽ, നിന്ന് പേക്കണമെങ്കിൽ അതിനുള്ള തന്ത്രം കൂടി അഭ്യസിച്ച ആളുകൾക്ക് മാത്രമേ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സാധാരണഗതിയിൽ അങ്ങനെയൊന്നും അല്ല സംഭവിക്കുക. ആദ്യം ഒരു കഥ ജനിക്കുന്നു, പിന്നീട് ആ കഥയിലേക്ക് അനുയോജ്യരായിട്ടുള്ള ആളെ കണ്ടെത്തുന്നു. അങ്ങനെയാണ് സാധാരണഗതിയിൽ സിനിമ ഉണ്ടാവുക. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് തോന്നി സത്യേട്ടൻ്റെ സിനിമയിൽ ഫഹദ് വരുമ്പോഴുള്ളൊരു ഫ്രഷ്നെസ് ഉണ്ട്. കാരണം രണ്ടും എക്സ്ട്രീമായിട്ടുള്ള ഒരു ധാരയിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ കൂട്ടിമുട്ടിക്കുക എന്നുള്ള ഒരു ദൗത്യമായിരുന്നു, ഒരു ലിങ്കായിരുന്നു ഞാൻ, അല്ലെങ്കിൽ ഒരു പാലം. ഫഹദിനെ എനിക്കറിയാം, ഫഹദിൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, സത്യേട്ടന് വേണ്ടി ഒരു സിനിമ ചെയ്യുന്നു. അപ്പോൾ ഒരു സ്ഥിരം ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് ഒരു പുതിയ സിനിമ ജനിക്കാനുള്ള സാധ്യത ഈ ഫഹദിൻ്റെ കാസ്റ്റിങ്ങിൽ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഫഹദിന് ഒരു മാറ്റം, സാധാരണ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഈ 2-3 വർഷം കൊണ്ട് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു നടനാണ് അദ്ദേഹം. ഇപ്പോൾ 22 FK, ഡയമണ്ട് നെക്ലേസ്, ആമേൻ, ആർട്ടിസ്റ്റ്, അന്നയും റസൂൽ, ഇതൊക്കെ ഒരു ആർട്ടിസ്റ്റിൻ്റെ വരവ് വിളിച്ചറിയിച്ചിട്ടുള്ളതും പ്രൂവ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഒരു സത്യനന്ദിക്കാട് സിനിമയിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു കൗതുകം തന്നെയായിരുന്നു ആദ്യം ജനിച്ചത്. അങ്ങനെ ആദ്യം ആ ക്യാരക്ടർ ഉണ്ടാവുന്നു, ആ ക്യാരക്ടറിൻ്റെ സ്വഭാവങ്ങളുണ്ടാവുന്നു, പിന്നെ അതിലേക്കൊരു പെൺകുട്ടി വരുന്നു, അവളുടെ ദൗത്യം എന്തായിരുന്നു എന്നുള്ളൊരു അന്വേഷണത്തിൽ നിന്നാണ് പിന്നെ ഒരു കഥ രൂപപ്പെട്ടത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഏത് കാലത്തും ആ കാലത്തിന് ഉൾക്കൊള്ളാൻ കഴിയും. അതിന് ഉദാഹരണമാണ് സത്യനന്ദിക്കാടും ജോഷി സാറും കമൽ സാറൊക്കെ. അവരൊക്കെ ഇപ്പം പുതിയ ജനറേഷൻ സിനിമ എന്ന് വിളിച്ചില്ലെങ്കിലും പുതിയ ജനറേഷനിലെ പ്രേക്ഷകരെ കൂടി ഉൾക്കൊള്ളുന്ന സിനിമകളാണ് അവർ എടുക്കുന്നതും അത് വിജയിപ്പിക്കുന്നതും. അപ്പോൾ സിനിമയുടെ മർമ്മം അറിയുന്ന ആളുകൾക്ക് ജനറേഷനൊന്നും വിഷയമല്ല. അപ്പോൾ അദ്ദേഹത്തിന് നല്ലോണം അറിയാം, അത് ഇപ്പോൾ കറക്റ്റായിട്ട് ഒരു മാറ്റം ആവശ്യമാണെന്ന് അദ്ദേഹം ചിന്തിച്ചു. ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ റൈറ്ററായത്, ഫഹദ് നായകനായത്, അമല പോൾ നായികയായത്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. പ്രദീപ് നായരായിരുന്നു അതിൻ്റെ ക്യാമറ, വിദ്യാസാഗർ, മൊത്തം ടീമിന് മാറുകയും ഒരു ഫ്രഷ്നെസ്സിലേക്ക് അദ്ദേഹം സ്വയം അവരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ സത്യേട്ടൻ ൻ്റെ മേക്കിങ്ങിൽ പോലും ഈ സിനിമയിൽ വ്യത്യാസങ്ങൾ കാണാം. പുതിയ കാലത്തെയും സാങ്കേതികതയൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു രീതിയിലുള്ള മേക്കിങ്ങാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. കൺവെട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയാറ്. ഓരോ സീൻ എടുക്കുമ്പോഴും വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഈ സിനിമ ചെയ്തത് എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മസംതൃപ്തി കൂടി നൽകിയിട്ടുള്ള സിനിമയാണെന്ന് തോന്നുന്നു.